ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുകയാണ് ഇറാൻ എന്നുള്ള ഇറാന്റെയും സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഇറാനിൽ പല ആശുപത്രികളിലും സജ്ജമായിരിക്കുന്നു. നിരവധി പേർ അവിടെ മുറിവേറ്റ് വീണിരിക്കുകയാണ്. അടിയന്തര ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളും ആംബുലൻസുകളും എല്ലാം സജ്ജമായി എന്നുള്ള വിവരവും വരുന്നുണ്ട്. പക്ഷേ ഇറാനിലെ പല മാധ്യമങ്ങളും ന്യൂസ് ഏജൻസികൾ സൈബർ എല്ലായിടങ്ങളും നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മധു, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് വരുന്നത്. അത് അമേരിക്കയുടെ ഒരു സ്ഥിരീകരണവും എത്തുന്നുണ്ട് അവിടെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് നേരെയല്ല ഈ ആക്രമണം, ജനങ്ങളോട് തയ്യാറായിരിക്കാൻ പറയുന്നു. ഒരു ഭരണമാറ്റത്തിന് അവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു ആഹ്വാനവും നൽകുന്നുണ്ട്. പറയൂ മധു. സ്മിത, ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഈ ഇറാന് നേരെയുള്ള ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. തുടർച്ചയായിട്ട് റിപ്പോർട്ടുകളിൽ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഈ ഒരു ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതയുടെ ചില സൂചനകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളിലെ വരികൾക്കിടയിൽ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കും. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചായിരുന്നു ഔദ്യോഗികമായിട്ട്. അതായത് അന്യായ തടങ്കലിനെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇത്തരമൊരു ആക്രമണത്തിന് ഒരുപക്ഷെ ട്രംപ് ഭരണകൂടത്തിന് അധികാരം നൽകുന്ന ഒരു പ്രസ്താവനയായിരിക്കാം. സമാന രീതിയിൽ തന്നെയായിരുന്നു വെനിസ്വലെ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ തലവനായിട്ട് വെനിസ്വലൻ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് നേരെ അമേരിക്ക തിരിഞ്ഞത്. സമാന രീതിയിലാണ് ഇവിടെ സംഭവിക്കുന്നത്. തന്നെയുമല്ല, B2 ബോംബർ ഉപയോഗിച്ചുള്ള സമ്മറിൽ നടത്തിയ ആക്രമണത്തിന്റെ തൊട്ടു മുമ്പ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ നിന്ന് മാറി ന്യൂജേഴ്സിയിലേക്കായിരുന്നു മാറിയിരുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലില്ല, ടെക്സസിലാണ്. ടെക്സസിൽ നിന്ന് നേരെ ഫ്ലോറിഡയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രംപ് തലസ്ഥാനത്ത് നിന്ന് മാറുകയും ഈ മാർക്കോ റൂബിയോയുടെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വരികയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുമായിരുന്നു. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപ് വളരെ നിരാശനായിരുന്നു വ്യാഴാഴ്ച ഈ നടന്ന ചർച്ചകളിൽ. കാരണം ട്രംപ് അത്ഭുതപ്പെട്ട് പോയി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ചർച്ചകളുടെ മേശകളിലേക്ക് അവർ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല, അവരുടെ വായിൽ നിന്ന് ആ ഗോൾഡൻ വേർഡ് കിട്ടുന്നില്ല, അതായത് ആണവായുധം പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്നുള്ള ആ സുവർണ വാക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതിൽ ഡൊണാൾഡ് ട്രംപ് നിരാശനായിരുന്നു. തന്നെയുമല്ല, ഇറാൻ ചരിത്രപരമായിട്ട് ഏറ്റവും ക്ഷയിച്ചു നിൽക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും കരുതുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഹൂത്തി, ഹിസ്ബുള്ള, അതുപോലെ ഇറാൻ, ഹമാസ്, ഈ 3 ഗ്രൂപ്പുകളും വളരെ ക്ഷയിച്ചിരിക്കുകയാണ്. ആഭ്യന്തര കലാപം ഈ ഇറാനുള്ളിലുണ്ട്. തന്നെയുമല്ല, അവിടെ ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ചപ്പോൾ മസ്കിന്റെ സ്റ്റാർലിങ്ക് 100 കണക്കിന് സ്റ്റാർലിങ്ക് ടെർമിനലുകളാണ് അമേരിക്ക അവിടേക്ക് കടത്തി പ്രക്ഷോഭകാരികളുടെ എത്തിച്ച് അവരെ ലോകവുമായി ബന്ധിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റമായിരിക്കും. 3 സ്റ്റേജിലായിട്ടാണെന്നാണ് ട്രംപ് തന്നെ മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ലിമിറ്റഡ്, പരിമിതമായ ഒരു അറ്റാക്ക് ആയിരിക്കും ആദ്യം. എന്നിട്ടും അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വന്നില്ലെന്നുണ്ടെങ്കിലാണ് ചർച്ചകളിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമേ ആയിരിക്കും, വേണ്ടി വന്നാൽ മാത്രമേ ഒരു വലിയ തോതിലുള്ള ഒരു ആക്രമണമുള്ളൂ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ യുദ്ധം എന്ന് പറയുന്നത് 2 രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കാര്യം ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കും. പ്രത്യേകിച്ച് എണ്ണ വിപണിയെ ബാധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ വിലക്കയറ്റത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് ഈ അറ്റാക്ക് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതെ, അത് തന്നെയാണ്. യുദ്ധം അവസാനിക്കണം, യുദ്ധങ്ങൾ ഒഴിവാകണം, യുദ്ധങ്ങൾ ഉണ്ടാകരുത്. ഇത് തന്നെയാണ് ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നം. അതങ്ങനെ തന്നെ ആകട്ടെ. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ, ഓരോ നേരവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ അതങ്ങനെയല്ല, വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മധു പറഞ്ഞതുപോലെ മെറിൻ, അമേരിക്ക പറയുന്നു ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിലൊരു ന്യായീകരണം വരാൻ വേണ്ടി അനാവശ്യമായ നിയമാനുസൃതമല്ലാത്ത തടങ്കലുകൾ അത് ഒഴിവാക്കണമെന്ന് പറയുന്നു. ഒപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അത്തരത്തിലുള്ളൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, നിലനിൽപ്പിനെ തന്നെ ഭീഷണി, എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവൃത്തികളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമായുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. ഒപ്പം മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. കൂടുതൽ മിസൈലുകൾ ഇസ്രായേലിനു നേരെ ഇറാൻ പ്രയോഗിക്കുന്നു എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ടുകൾ കൂടി എത്തുന്നു.
സ്മിത, തീർച്ചയായും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ അവരുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത് ഇറാനിലെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഖമനയി ഭരണകൂടത്തിനെതിരെയുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. ഈ ടിറാനി അല്ലെങ്കിൽ ഈ ഖമനയി ഭരണകൂടത്തിനെ എതിർക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള യായിർ ലാപ്പിഡും വ്യക്തമാക്കി. നേരത്തെ ഒരു നിമിഷം മെറിൻ, ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ. തീർച്ചയായിട്ടും നമുക്ക് ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ലഭിക്കുമ്പോഴാണ് അങ്ങ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തെ കാണുന്നത്? പറയൂ. അല്ല, ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു ആക്രമണമാണ്. 4 മാസം മുമ്പേ പ്ലാൻ ചെയ്തുകൊണ്ടാണല്ലോ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പം നൽകുന്ന സൂചന. അപ്പോൾ 12 ദിന യുദ്ധത്തിന്റെ അവസാനം ഇരു രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുകയും സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പായിരുന്നു. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള വലിയ സൈനിക സന്നാഹങ്ങളാണ് ആ മേഖലയിൽ അമേരിക്ക ഒരുക്കിയത്. മെഡിറ്ററേനിയൻ കടലിലും അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും ഒക്കെയുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ, പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഇവയെല്ലാം പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിൽ പോലുമുള്ള ഒരു സൈനിക നടപടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സൈനിക സന്നാഹങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കടന്നിട്ടുള്ളത്. അത് എലിമിനേറ്റിംഗ് ദ ഇറാനിയൻ ഇമ്മിനന്റ് ത്രെറ്റ് ഫ്രം ഇറാനിയൻ റെജീം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തത്. അപ്പൊ അതിനകത്ത് ഇറാനിയൻ റെജീം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയ്ക്ക് നേരെ നിരന്തരമായി ഭീഷണി ഉയർത്തുന്ന ഇറാനിലെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം കൃത്യമായി അമേരിക്ക പറയുന്നുണ്ട്. അതിന് ലക്ഷ്യം എന്താ വെച്ചാൽ 1979 ഇറാനിയൻ വിപ്ലവത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട നിലവിലുള്ള ഭരണകൂടം, മതഭരണകൂടം, അത് ആയത്തുള്ള അലി ഖംനേയി നയിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ മത സൈനിക സംവിധാനത്തെ പൂർണ്ണമായി തകർത്ത് പഴയ റേസ ഖാൻ പൗലവിയുടെ മകനായിട്ടുള്ള പുതിയ പ്രിൻസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അമേരിക്കൻ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണല്ലോ. ഏതായാലും നിലവിലുള്ള അവിടുത്തെ ഇറാനിയൻ ഭരണകൂടത്തിനെ തകർക്കുക എന്നത് തന്നെയാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള ഒരു മൂടുപടമായിരുന്നു അവരുടെ ആണവ പദ്ധതി ഇല്ലായ്മ ചെയ്യുക, ആണവായുധങ്ങൾ നേടുന്നത് മൂലമുണ്ടാകുന്ന ആഗോള ഭീഷണി ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ അമേരിക്കയുടെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിരുന്നു. അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന ഇറാനിന്റെ ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഖമനേയി പോലും ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഏതായാലും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെ വേണം കരുതാൻ. നന്ദി ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇറാനിയൻ റവല്യൂഷൻ എന്നുള്ള ഒരു പ്രയോഗവും ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അടിക്കടി കേൾക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.